കരാറിന് ഉടൻ തയ്യാറായില്ലെങ്കിൽ ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇറാന്റെ നീക്കം ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലായിരിക്കുമെന്ന മുന്നറിയിപ്പ്. വെനിസ്വേലയിലുണ്ടായ ആക്രമണത്തെക്കാൾ ഭീകരമായിരിക്കുമെന്ന് ട്രംപ് പറയുന്നു. സൈനിക ഭീഷണിയിലൂടെ നയതന്ത്രം നടത്തുന്നത് ഫലപ്രദമോ ഉപയോഗപ്രദമോ ആകില്ലെന്ന് നേരത്തെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞിരുന്നു. ഇതിനിടെ ഇറാന്റെ നീക്കം അവരുടെ വജ്രായുധം പുറത്തെടുത്തു തന്നെയാണ്. 1000 തന്ത്രപ്രധാന ഡ്രോണുകൾ ഉപയോഗിച്ച് സായുധ സേനയെ ശക്തിപ്പെടുത്താൻ ഇറാൻ ആർമി കമാൻഡർ ഹമീർ ഹാത്തമി ഉത്തരവിട്ടതോടെ ഇറാന്റെ ഡ്രോൺ സൈന്യം കൂടുതൽ ശക്തിയാർജിച്ചിരിക്കുകയാണ്. നാശം, ആക്രമണം, ഇലക്ട്രോണിക്സ്, യുദ്ധം എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട പുതിയ ഡ്രോണുകൾ ആധുനിക ഭീഷണികളെ നേരിടാൻ അനുയോജ്യമാണെന്ന് ഇറാൻ വൃത്തങ്ങൾ സൂചിപ്പിച്ചു. കടലിലും വായുവിലും കരയിലും ചലിക്കുന്നതും അല്ലാത്തതുമായ ലക്ഷ്യങ്ങൾ ആക്രമിക്കാനുള്ള ആധുനിക രൂപകൽപ്പനയും ഈ പുതിയ ഡ്രോണുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പെട്ടെന്നുള്ള അതിവേഗത്തിലുള്ള പോരാട്ടത്തിൽ തന്ത്രപരമായ നേട്ടങ്ങൾ നിലനിർത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും പുതിയ യുദ്ധ സജ്ജീകരണങ്ങൾ സഹായിക്കും. ഏതെങ്കിലും അധിനിവേശത്തിനോ ആക്രമണകാരിക്കോ എതിരായി ശക്തമായ പ്രത്യാക്രമണം തന്നെയാണ് സൈന്യത്തിന്റെ മുൻഗണനയെന്ന് അമീർ ഹാത്തമി വ്യക്തമാക്കി. കൂടാതെ ഹോർമുസ് കടലിടുക്കിന് സമീപം ഡ്രോൺ കാരിയർ യുദ്ധക്കപ്പലായ ഷാഹിദ് ബാഗേരി നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇറാന്റെ ഔദ്യോഗിക ചാനലായ പ്രസ് ടിവിയിൽ ഡ്രോൺ കാരിയർ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്തിട്ടുമുണ്ട്. കപ്പലിലെ ആളില്ലാ യുദ്ധവിമാനങ്ങൾ രാജ്യത്തിനെതിരായ ഏതാക്രമണവും നേരിടാൻ സജ്ജമായിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. ഡ്രോണുകൾക്ക് പറന്നുയരാൻ വിമാനവാഹിനി കപ്പലുകളിലേതിന് സമാനമായി ജംപ് പ്ലാറ്റ്ഫോം കപ്പലിലുണ്ട്. ഡ്രോണുകളും ഹെലികോപ്റ്ററുകളുമാണ് കപ്പലിൽ നിന്നും പ്രവർത്തിക്കുന്നത്. കപ്പലിന് 60 ഡ്രോണുകളും 30 മിസൈൽ വിക്ഷേപണ കപ്പലുകളും വഹിക്കാനുള്ള ശേഷിയുണ്ട്. മുന്നിലും പിന്നിലുമായി 17 കിലോമീറ്റർ റേഞ്ചിലുള്ള 8 കൗസർ 222 മിസൈലുകൾ, ലോഞ്ചറുകൾ, ഖാദർ, നാസിർ പരമ്പരയിൽപ്പെട്ട ആന്റി ഷിപ്പ് മിസൈലുകൾ എന്നിവയും ഈ ഡ്രോൺ കാരിയറിലുണ്ട്. എന്നാൽ സംഘർഷ സാധ്യത മുറുകുന്നതിനിടെ ഇറാൻ തീരത്ത് സാന്നിധ്യമായ US നേവിയുടെ ആളില്ലാ വിമാനം, US നേവിയുടെ നോർത്രോപ്പ് ഗ്രമ്മൻ MQ-4C ട്രൈറ്റൺ ആളില്ലാ വിമാനം ദീർഘനേരമായി ഇറാൻ തീരത്തിനു ചുറ്റും പറന്നുകൊണ്ടിരിക്കുകയാണ്. കടൽ നിരീക്ഷണത്തിലുള്ള ആളില്ലാ വിമാനമാണ് MQ-4C ട്രൈറ്റൺ. ഫ്ലൈറ്റ് റാഡിലെ ഡേറ്റ പ്രകാരം പുലർച്ചെ 3:48 മുതൽ വിമാനം ഇറാൻ തീരത്ത് പറക്കുന്നുണ്ട്. അബുദാബിയിൽ നിന്ന് തുടങ്ങി പലതവണകളായി ഹോർമുസ് കടലിടുക്ക് വരെ പറന്ന് ഈ പാതയിൽ തുടർച്ചയായി പറക്കുകയാണ് ഈ ആളില്ലാ വിമാനം. ഈ നിരീക്ഷണ വിമാനത്തിന്റെ സഞ്ചാരപാതയിലാണ് ഇറാന്റെ ഡ്രോൺ വാഹിനി യുദ്ധക്കപ്പൽ ഷാഹിദ് ബാഗേരി നിലവിലുള്ളത്. USS എബ്രഹാം ലിങ്കണിന്റെ സാന്നിധ്യത്തിന് പകരമായാണ് കഴിഞ്ഞ ദിവസം ഇറാൻ ഹോർമുസ് കടലിടുക്കിന് സമീപം ഡ്രോൺ കാരിയർ യുദ്ധക്കപ്പലായ ഷാഹിദ് ബാഗേരി ഇറക്കിയത്. സഞ്ചാരപാത നിരീക്ഷിക്കുമ്പോൾ ആളില്ലാ വിമാനം കപ്പൽ അടുത്തെത്തി എന്ന് വ്യക്തം. ഇക്കാര്യം ഒട്ടേറെ പേർ എക്സിൽ പോസ്റ്റ് ചെയ്യുന്നുമുണ്ട്. കടലിലെ ശത്രു സാന്നിധ്യം കണ്ടെത്തുക, നിരീക്ഷണം നടത്തുക, സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേറ്റുകളിൽ സഹായിക്കുക എന്നീ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആളില്ലാ വിമാനമാണ് MQ-4C ട്രൈറ്റൺ. ഏകദേശം 50,000 അടിയിലധികം ഉയരത്തിൽ പറക്കാൻ ഇതിന് സാധിക്കും. തുടർച്ചയായി 24 മണിക്കൂറിലധികം വായുവിൽ തുടരാൻ ട്രൈറ്റണ് കഴിയും. ഫ്ലൈറ്റ് റഡാറിൽ ഏറ്റവും കൂടുതൽ പേർ തിരയുന്നതും ഈ വിമാനത്തെയാണ്. എന്നാൽ ഇറാൻ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ സഖ്യകക്ഷികളെ ആക്രമിക്കാൻ കഴിവുള്ള ബാലിസ്റ്റിക് മിസൈലുകളും യുറേനിയം സമ്പുഷ്ടീകരണ പ്രോഗ്രാമുകളും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയേക്കും. അതേസമയം തങ്ങളുടെ രാജ്യത്തിനെതിരായ ഏതൊരു ആക്രമണത്തിനും നിർണായകവും ശക്തവുമായ അഭൂതപൂർവമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ സമീപ ദിവസങ്ങളിൽ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. കാലാളും കുതിരയും ആനപ്പടിയും ഒക്കെയാണ് പണ്ടത്തെ യുദ്ധമുഖത്തെ സേനാബലമെങ്കിൽ ഇന്ന് ഡ്രോൺ സേനയാണ് ശത്രു രാജ്യത്തിനെതിരെ എതിരാളികൾ അണിനിരത്തുന്ന തന്ത്രപ്രധാനമായ സൈനിക ശക്തി. അതുകൊണ്ട് തന്നെ ആയുധ വ്യാപാര മേഖലയിലെ ഏറ്റവും നിർണായകമായ ആയുധമായി ഡ്രോണുകൾ മാറിയിരിക്കുന്നു. ഇറാൻ ഇത് തന്നെയാണ് US-നെതിരെ പ്രയോഗിക്കാൻ ഉപയോഗിക്കുന്നതും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.